ഞാൻ നിങ്ങളുടെ മിഥുൻ. ത്രില്ലിംഗ് സ്റ്റോറീസ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിൽ പുതിയ ഹൊറർ നോവൽ ആരംഭിക്കുകയാണ്. നോവലിന്റെ പേര് ബംഗ്ലാവ് വിൽക്കാനുണ്ട്. രചന ശ്രീ കോട്ടയം പുഷ്പനാഥൻ. അവതരണം നിങ്ങളുടെ മിഥുൻ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ബംഗ്ലാവ് വിൽക്കാനുണ്ട്, ഭാഗം 1. അന്നത്തെ പത്രത്തിൽ 2ാമത്തെ പേജിൽ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാൻ വഴിയില്ലാത്ത രീതിയിലാണ് ആ പരസ്യം കൊടുത്തിരുന്നത്. ചുറ്റും കൊടുത്തിരിക്കുന്ന പരസ്യങ്ങൾ സ്ഥിരം പരസ്യങ്ങളായിരുന്നു. അവയാകട്ടെ വലിപ്പമുള്ളതും ആകർഷകവുമായിരുന്നു. ആ കാരണത്താൽ ആരും അതിനു താഴെ മൂലയിൽ വളരെ ചെറുതായി കൊടുത്തിരുന്ന ആ പരസ്യം ശ്രദ്ധിച്ചില്ല. എന്നാൽ കോളേജ് ലെക്ചററും ചരിത്ര ഗവേഷകനുമായ വിൽസൺ മാത്യുവിന്റെ സൂക്ഷ്മദൃഷ്ടിയിൽ ആ പരസ്യം ചെന്നുപെട്ടു. അയാൾ പരസ്യം വായിച്ചു. ബംഗ്ലാവ് വിൽക്കാനുണ്ട്. ഏകദേശം 550 വർഷം പഴക്കമുള്ളതും ചരിത്ര ഗവേഷകനും അതോടൊപ്പം മാന്ത്രികനുമായ ഡോക്ടർ ഫെർഗൂസൺ പണി കഴിപ്പിച്ച് വളരെ കാലം ഉപയോഗിച്ചതുമായ എല്ലാവിധ സൗകര്യങ്ങളും ഉദ്ദേശം 42 മുറികളുമുള്ളതുമായ ഒരു ബംഗ്ലാവ് വിൽക്കാനുണ്ട്. ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളും മാന്ത്രിക ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിട്ടുള്ള ഈ ബംഗ്ലാവ് വാങ്ങുവാനോ അതല്ല വാടകയ്ക്കോ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഈ പുരാതന കെട്ടിടം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് വളരെ തുച്ഛമായ ഒരു വാടകയ്ക്ക് പോലും ഇത് കൊടുക്കുവാൻ നിർബന്ധിതരാകുന്നത്. ബോക്സ് നമ്പർ 3333. വിൽസൺ മാത്യു ഒരാവർത്തി കൂടി ആ പരസ്യം വായിച്ചു. അതിനുശേഷം മേശപ്പുറത്ത് കിടന്നിരുന്ന ഒരു ബ്ലേഡ് എടുത്ത് പരസ്യം മാത്രം വെട്ടിയെടുത്ത് ഡയറിയുടെ കവറിന്റെ അറയിൽ നിക്ഷേപിച്ചു. വിൽസൺ മാത്യുവിന് 32 വയസ്സ് പ്രായം വരും. ആരോഗ്യമുള്ള ശരീരപ്രകൃതമാണ്. പഠിക്കുന്ന കാലത്ത് നല്ല സ്പോർട്സ്മാൻ ആയിരുന്നു. സ്പോർട്സിലും ഗെയിംസിലും ഒരുപോലെ പ്രാവീണ്യമുണ്ടായിരുന്നു. അയാൾ കോളേജിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. എന്നാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു പുസ്തക പുഴുവായി മാറിയിരുന്നു. ചരിത്രവും പ്രാക്തശാസ്ത്രങ്ങളുമായിരുന്നു ഇഷ്ടവിഷയം. 5 അടി 10 ഇഞ്ച് ഉയരം, പറ്റേ വെട്ടിയ തലമുടി, മാംസപേശികൾ തുടിച്ചു നിൽക്കുന്ന കൈകാലുകളും മാറിടവും അയാൾക്ക് ആകാരസൗഷ്ടം നൽകിയിരുന്നു. പെൺകുട്ടികൾക്ക് വിൽസൺ മാത്യു ഒരു ഹരമായിരുന്നു. വിദ്യാർത്ഥിനികൾ പല സംശയങ്ങളും ചോദിക്കുവാനെന്ന വ്യാജേന സ്റ്റാഫ് റൂമിൽ വരിക പതിവായിരുന്നു. പല നല്ല വിവാഹാലോചനകളും 4-5 വർഷമായി വന്നുകൊണ്ടിരുന്നെങ്കിലും വിൽസൺ മാത്യു അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. സാമ്പത്തിക ശേഷിയും മോശമല്ലായിരുന്നു. കോളേജിൽ വരുന്നത് ഒരു ഫിയറ്റ് കാറിലാണ്. അവധി ദിവസങ്ങളിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ മയങ്ങുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഉറങ്ങിയില്ല. താൻ വായിച്ച പരസ്യത്തിന് ഒരു മറുപടി അയക്കുകയായിരുന്നു ലക്ഷ്യം. അയാൾ എഴുതി: പ്രിയ സാർ, പത്രത്തിലെ പരസ്യം വായിച്ചു. ഞാൻ ഒരു ചരിത്ര ഗവേഷകനും കോളേജ് ലെക്ചററുമാണ്. പ്രായം 32. അവിവാഹിതനാണ്. അവിവാഹിതനെന്ന് എഴുതുവാൻ കാരണമുണ്ട്. എന്റെ ഗവേഷണത്തിന് വിവാഹം വിഘാതമാകുമെന്ന് കരുതി അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇതൊന്നും താങ്കളെ അറിയിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എഴുതിയെന്ന് മാത്രം. ബംഗ്ലാവ് വാങ്ങുകയോ വില കൊണ്ട് ഒക്കുന്നില്ലെങ്കിൽ വാടകയ്ക്കോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. മറുപടി പ്രതീക്ഷിക്കുന്നു. വിൽസൺ മാത്യു. ഒപ്പ്. അന്ന് തന്നെ കത്ത് പോസ്റ്റ് ചെയ്തു. അതിനെക്കുറിച്ച് വിൽസൺ മാത്യു ആരോടും പറഞ്ഞുമില്ല. പറയാതിരിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. വലിയ സാമ്പത്തിക ശേഷിയുള്ള 2-3 പേർ കോളേജിലുണ്ട്. അവരിൽ ഒരാൾ ചരിത്ര വിഭാഗത്തിന്റെ തലവനും പല ഗവേഷണ ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ്. അദ്ദേഹം അറിഞ്ഞാൽ ചിലപ്പോൾ തനിച്ച് വാങ്ങിക്കളയും. അതല്ലെങ്കിൽ പങ്കുചേരാമെന്ന് പറയും. മറ്റു 2 പേർ അത് വിലയ്ക്ക് വാങ്ങി ടൂറിസ്റ്റ് ബംഗ്ലാവ് ആക്കാൻ മടിയില്ലാത്തവരാണ്. അവരുടെ ബന്ധത്തിൽപ്പെട്ടവർ ഹോട്ടൽ ബിസിനസ് ഉള്ളവരാണ്. പത്രത്തിൽ കണ്ട് അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന് കരുതി വിൽസൺ മാത്യു നിശബ്ദത പാലിച്ചു. 4-ാം ദിവസം മറുപടി കിട്ടി. കത്ത് അടക്കം ചെയ്തിരുന്ന കവർ പഴമ തോന്നിക്കുന്നതും ഒരു വശത്ത് യൂറോപ്പിന്റെ മധ്യകാലഘട്ടത്തിലെ കൊട്ടാരം പോലെ തോന്നിക്കുന്നതുമായ ഒരു ചിത്രം വരച്ചിരുന്നു. തൂവൽ കൊണ്ട് ആ ചിത്രം വരച്ചതായിട്ടാണ് വിൽസൺ മാത്യുവിന് തോന്നിയത്. മേൽവിലാസം എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ തന്നെ ചിത്രപ്പണികൾ തോന്നിക്കുന്നവയാണ്. വെഡിംഗ് കാർഡിലെയും മറ്റും അക്ഷരങ്ങൾ പോലെയായിരുന്നു അവ. വിൽസൺ മാത്യു കവർ വളരെ ശ്രദ്ധിച്ച് തുറന്നു. തനി വെള്ളയല്ലാത്ത ശംഖിന്റെ ഉള്ളിലെ നിറമുള്ള കടലാസായിരുന്നു കത്ത്. പ്രിയ വിൽസൺ മാത്യു, താങ്കളുടെ കത്ത് വായിച്ചപ്പോൾ തന്നെ ഈ ബംഗ്ലാവ് വാങ്ങുവാനോ വാടകയ്ക്ക് എടുക്കുവാനോ സർവഥാ യോഗ്യനാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് വന്ന 75 കത്തുകളിൽ താങ്കളുടെ കത്തിന് മാത്രം ഞാൻ മറുപടി അയക്കുന്നു. ബംഗ്ലാവിലേക്ക് വരാനുള്ള മാർഗം താഴെ വരച്ചു ചേർത്തിരിക്കുന്നു. താങ്കൾക്ക് ഒരു കാർ ഉണ്ടായിരിക്കുമെന്നും അതിൽ താങ്കൾ ഇവിടെ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവ്യക്തമായ ഒപ്പ് മാത്രം ഇട്ടിരിക്കുന്നു. വളരെ ശ്രമിച്ചിട്ടും വിൽസൺ മാത്യുവിന് ആ ഒപ്പിൽ അടങ്ങിയിരിക്കുന്ന പേര് വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് ഏത് ഭാഷയാണെന്ന് വ്യക്തമല്ലായിരുന്നു. വിൽസൺ മാത്യു ബംഗ്ലാവിലേക്ക് പോകാനുള്ള വഴി നോക്കി. തനിക്ക് പരിചയമുള്ള ഒരു സ്ഥലം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് അല്പം ഉള്ളിലോട്ട് മാറിയാണ്. ഏകദേശം 35 കിലോമീറ്ററോളം അവിടെ നിന്ന് അകലെയാണ് ബംഗ്ലാവിന്റെ സ്ഥാനം. ഇടയ്ക്ക് ഒരു പുഴയും അതിനു കുറുകെ ഒരു പാലവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ അവധിക്കുള്ള അപേക്ഷ എഴുതി കവറിലാക്കി പ്രിൻസിപ്പലിന്റെ വിലാസം എഴുതി
തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന കോളേജ് വിദ്യാർത്ഥിനിയായ സൂസന്റെ കയ്യിൽ കൊടുത്ത ശേഷം ഉച്ചഭക്ഷണവും കഴിഞ്ഞ് വിൽസൺ മാത്യു കാർ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് പെട്രോൾ ബങ്കിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. തനിക്ക് പരിചയമുള്ള അവസാനത്തെ സ്ഥലത്തെത്തിയപ്പോൾ മണി 6 കഴിഞ്ഞിരുന്നു. രാവിലെ പുറപ്പെടേണ്ടതായിരുന്നുവെന്ന് വിൽസൺ മാത്യുവിന് തോന്നി. എങ്കിലും ബംഗ്ലാവിലുള്ള ആൾ തന്നെ രാത്രിയിൽ കാണുമ്പോൾ ഒന്ന് അത്ഭുതപ്പെടട്ടെ എന്ന് ഉള്ളിൽ കരുതുകയും ചെയ്തു. ഏകദേശം 20 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പാലം കണ്ടു. ആ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ മുതൽ ആൾ താമസമുള്ള ലക്ഷണമൊന്നും അയാൾ കണ്ടിരുന്നില്ല. പാലം വളരെ പഴക്കമുള്ളതുപോലെ തോന്നി. തടികഷ്ണങ്ങൾ കുറുകെ വെച്ച് പഴയകാലത്തുള്ള സ്റ്റഡി ബേക്കർ കാറിന് പോകത്തക്ക രീതിയിലുള്ളതായിരുന്നു അത്. ഒരു സ്പോർട്സ്മാൻ ആയിരുന്ന വിൽസൺ മാത്യുവിന് ആ പാലത്തിൽ കൂടി കാർ ഓടിക്കാൻ യാതൊരു ഭയവും തോന്നിയില്ല. എങ്കിലും വലിയ വേഗമൊന്നും കൂടാതെ കാർ ഓടിച്ചു. കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ തടികഷ്ണങ്ങൾ ഞെരുങ്ങുന്നത് പോലെയും അടർന്നു വീഴുന്നത് പോലെയും ശബ്ദങ്ങളുണ്ടായി. പാലം ശരിക്കും ആടുന്നുണ്ടായിരുന്നു. പാലം കടന്ന് ഇപ്പുറത്ത് വന്ന് വിൽസൺ മാത്യു കാർ നിർത്തി. ഒരു വലിയ കാര്യം സാധിച്ച ഭാവത്തിൽ കാറിൽ നിന്നിറങ്ങി ടോർച്ച് തെളിച്ച് നോക്കി. അത്ഭുതപ്പെട്ടുപോയി. ആ പാലം ഏതു നിമിഷവും വീഴാൻ പാകത്തിൽ ചരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇരുവശവും കൊടുങ്കാടായിരുന്നു. റോഡിന്റെ മധ്യത്തിൽ പുല്ലുകൾ മുളച്ചിരുന്നു. അതിൽ നിന്ന് അടുത്ത കാലത്തൊന്നും യാതൊരു വാഹനവും ആ വഴി പോയിട്ടില്ലെന്ന് വിൽസൺ മാത്യു ഊഹിച്ചു. ഇരുടിനെ തുളച്ചുകൊണ്ട് പ്രകാശത്തോടൊപ്പം കാറും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു കാണും. ഒരു ഗേറ്റ് അകലെ നിന്ന് കണ്ടു. രാജകൊട്ടാരങ്ങളുടെയും മറ്റും മുന്നിൽ കാണാറുള്ള വിചിത്ര പണികളുള്ള ഒരു ഗേറ്റായിരുന്നു അത്. കാർ നിർത്തിയ ശേഷം ഗേറ്റ് തുറക്കാനായി വിൽസൺ മാത്യു താഴേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അതാ ആ ഗേറ്റ് കറകറ ശബ്ദത്തോടെ തനിയെ അകത്തേക്ക് തുറക്കുന്നു. ആ സമയം പെട്ടെന്നൊരു കാറ്റ് വീശി. കാറ്റിന്റെ ശക്തി കൊണ്ടാണ് ഗേറ്റ് തുറന്നതെന്ന് വിൽസൺ മാത്യു കരുതി. കാർ അകത്തേക്ക് വിട്ടു. ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ ബംഗ്ലാവ് കണ്ടു. മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന അതേ തരത്തിലുള്ള ബംഗ്ലാവ് തന്നെ. പുറത്ത് തേപ്പ് ഇല്ലാതെ ഇഷ്ടികകൾ എഴുന്നു നിൽക്കുന്നതായും വാതിലുകളും ജനാലകളും മേൽഭാഗം മകുടാകൃതി പോലെ തോന്നുന്നതുമായ പഴയ ബംഗ്ലാവ് തന്നെ. കാർ നിർത്തി. വിൽസൺ മാത്യു ഡോർ തുറന്ന് പുറത്തിറങ്ങി. വാതിലിന് അടുത്തു ചെന്നു. തൊട്ട് ഞാന്നു കിടന്നിരുന്ന മണിച്ചരടിൽ വലിക്കാൻ ഭാവിച്ചപ്പോഴേക്കും അകത്ത് കാൽപെരുമാറ്റം കേട്ടു. സാക്ഷ നീങ്ങുന്നതും വാതിൽപാളി പിന്നോട്ട് വലിയുന്ന ശബ്ദവും കേട്ടു. വരൂ മിസ്റ്റർ വിൽസൺ മാത്യു, താങ്കൾക്ക് ഫെർഗൂസന്റെ ബംഗ്ലാവിലേക്ക് സ്വാഗതം. ആചാനബാഹുവും മധ്യവയസ്കനുമായ ഒരു മനുഷ്യൻ അയാളെ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചു. വരൂ, ആദ്യമായി നിങ്ങൾ ആഹാരം കഴിക്കും, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. വിശാലമായ ഒരു ഭക്ഷണ മുറിയിലേക്കാണ് വിൽസൺ മാത്യുവിനെ അയാൾ കൊണ്ടുപോയത്. പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്നത് പോലുള്ള വലിയ തീൻമേശയും ചുറ്റും ഒരേ രീതിയിൽ കൊത്തുപണികളുമുള്ള കസേരകളും അവിടെ ഇട്ടിരുന്നു. ഒരാൾക്കുള്ള ഭക്ഷണം മാത്രം അവിടെ വിളമ്പി വെച്ചിരുന്നു. ഭക്ഷണം കണ്ടപ്പോൾ വിൽസൺ മാത്യുവിന് അത്ഭുതം തോന്നി. കാരണം അയാൾ രാത്രിയിൽ കഴിക്കാറുള്ള ചപ്പാത്തിയും കൂടുതൽ ഉള്ളിയിട്ട പരിപ്പ് കുഴമ്പ് രൂപത്തിൽ കറി വെച്ചതും പാലൊഴിക്കാത്ത ചായയുമായിരുന്നു വിഭവങ്ങൾ. നിങ്ങളുടെ ആഹാരം രാത്രിയിൽ ഇതാണെന്ന് ഞാൻ ഊഹിച്ചു, മധ്യവയസ്കൻ പറഞ്ഞു. പൊക്കിൾ വരെ എത്തുന്ന നരച്ച താടിയും തോൾ വരെ എത്തുന്ന മടിഞ്ഞു കിടക്കുന്ന തലമുടിയും തീക്ഷ്ണമായ കണ്ണുകളുമുള്ള അയാൾ ഒരു നെടുങ്കൻ കുപ്പായം ധരിച്ചിരുന്നു. ആഹാരം രുചിയുള്ളതായിരുന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ സംസാരമൊക്കെ നാളെ ആവാമെന്നും ഇന്ന് വിശ്രമിക്കുകയാണ് നല്ലതെന്നും അയാൾ പറഞ്ഞു. വിൽസൺ മാത്യുവിന് ഉറങ്ങാൻ സൗകര്യപ്രദമായ ഒരു മുറി അയാൾ നൽകി. മുറിയിൽ ഇട്ടിരുന്ന മേശപ്പുറത്ത് ഒരു ചിമ്മിനി വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. വിൽസൺ മാത്യു ഡ്രസ് മാറി കസേരയിൽ ഇരുന്നു. വെറുതെ മേശയുടെ ഡ്രോയർ വലിച്ചു. അതിനുള്ളിൽ ഒരു ഡയറി. വിൽസൺ മാത്യു ഡയറി തുറന്നു. പക്ഷേ എന്തൊക്കെയോ എഴുതിയ ശേഷം എഴുതിയതൊക്കെ വലിച്ചു കീറിക്കളഞ്ഞതുപോലെയാണ് ഡയറിയിലെ ആദ്യത്തെ 5 താളുകൾ കാണപ്പെട്ടത്. 5 വർഷം പഴക്കമുള്ള ഡയറിയായിരുന്നു അത്. ഡയറിയുടെ ഉടമസ്ഥന്റെ പേരൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. എന്തോ ആ ഡയറിയോട് ഒരു പ്രത്യേകത തോന്നി. ഉടമസ്ഥന്റെ പേര് എവിടെയെങ്കിലും കാണുമെന്നുള്ള വിശ്വാസത്തോടെ വിൽസൺ മാത്യു താളുകൾ മറിച്ചു. അങ്ങനെ മറിച്ചു ചെന്നപ്പോൾ കീറലേൽക്കാത്ത ഒരു പേജ് കണ്ണിൽ പെട്ടു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: 1980 ഒക്ടോബർ 31 വെള്ളിയാഴ്ച. ഇന്ന് രാത്രി ഞാൻ ഡോക്ടർ ഫെർഗൂസനെ കണ്ടു. അദ്ദേഹം ആ മുറിയുടെ പിൻവശത്തുള്ള ജനലിൽ കൂടി അകത്തേക്ക് കയറുകയായിരുന്നു. ആ സമയം ഈ ബംഗ്ലാവിന്റെ അകത്തളങ്ങളിൽ എവിടെയോ ക്ലോക്കിൽ 12 അടിക്കുന്ന ശബ്ദം കേട്ടു. പൊടുന്നനെ നായ്ക്കൾ കൂട്ടമായി ഓലിയിടാൻ തുടങ്ങി.
നായ്ക്കളെല്ലാം ചേർന്ന് അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച് ഗ്രാമത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെ തോന്നി. പാതിരക്കോഴിയുടെ കൂവൽ അകമ്പടിയായി കേട്ടു. അകന്നകന്ന് പോയി നേർത്ത് ഇല്ലാതാവുന്നു രാക്കോഴിയുടെ ശബ്ദം. ഗ്രാമത്തിന് ഏതോ നിഗൂഢ സന്ദേശം നൽകുന്നുണ്ടായിരുന്നു. ജനാലയുടെ ചാരെ നിന്ന കൂറ്റൻ മരത്തിൽ ഇരുന്ന കൂമൻ നിർത്താതെ കൂവി. അസ്വസ്ഥതയുടെ ചിറകടികളുമായി ഏതൊക്കെയോ രാപക്ഷികൾ ഇരുളിലേക്ക് പറന്നകന്നു. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ശബ്ദങ്ങൾ അടങ്ങി. രാവ് വീണ്ടും നിശബ്ദതയുടെ നീരാളത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. ആ നിശബ്ദതയിൽ എന്റെ ഹൃദയമിടിപ്പുകൾ ഞാൻ കേട്ടു. പെട്ടെന്നാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ മനസ്സിൽ കയറി വന്നത്. ദൈവമേ, ഇന്ന് ഹാലോവിൻ ഡേയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്ന രാവാണല്ലേ. ആ ഡയറിയിലെ അക്ഷരങ്ങൾ വിൽസൺ മാത്യുവിന്റെ ഹൃദയത്തിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. ഭയം ഞരമ്പുകളിൽ അരിച്ചു കയറി. അയാൾ അറിയാതെ പിന്നോട്ട് നോക്കിപ്പോയി. ഭാഗം 2. അടഞ്ഞുകിടക്കുന്ന കണ്ണാടി ജനലിൽ ഒരു ധിടൽ. വിൽസൺ മാത്യുവിന്റെ ഹൃദയമിടിപ്പിന് വേഗത കൂട്ടി. അയാൾ പതുക്കെ കൈനീട്ടി ടോർച്ച് കയ്യിലെടുത്തു. പെട്ടെന്ന് ജനലിനെ ലക്ഷ്യമാക്കി സ്വിച്ചിൽ വിരൽ അമർത്തി. പ്രകാശം വൃത്താകാരത്തിൽ ജനലിൽ പതിഞ്ഞു. അവിടെ ഒന്നും തന്നെയില്ല. ജനൽ അടഞ്ഞു തന്നെ കിടന്നു. അത് കൊളുത്ത് ഇട്ടിട്ടുണ്ട്. വിൽസൺ മാത്യു അതിന്റെ കൊളുത്ത് എടുക്കാൻ ശ്രമിച്ചു. വളരെ നാളുകളായി തുറക്കാതെ കിടന്നിരുന്നതിനാൽ കൊളുത്ത് ഉയർത്തുവാൻ ബലം പ്രയോഗിക്കേണ്ടി വന്നു. ടിക് എന്ന ശബ്ദത്തോടെ കൊളുത്തു മാറി. അപ്പോൾ പുറത്ത് ആ ബംഗ്ലാവിന്റെ അല്പം അകലെ മാറി നിന്നിരുന്ന ഏതോ ഒരു വൻവൃക്ഷത്തിന്റെ ചില്ല താഴേക്ക് കനമുള്ള എന്തോ അമർന്ന് ഇലച്ചാർത്തുകൾ ഇളകി ശബ്ദമുണ്ടാക്കി. ഭാരം ഏറിയ എന്തോ ഒന്ന് അതിന്റെ മുകളിൽ വന്ന് ഇരുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. പുറത്ത് കനത്ത കൂരിരുൾ ആയിരുന്നത് കൊണ്ട് വിൽസൺ മാത്യു അത് എന്താണെന്ന് കണ്ടില്ല. ജനൽ അടച്ച് കൊളുത്ത് ഇട്ട ശേഷം വീണ്ടും പഴയ സ്ഥാനത്ത് വന്നിരുന്നു. മുറിയിൽ കത്തിക്കൊണ്ടിരുന്ന ചിമ്മിനി വെളിച്ചത്തിൽ വിൽസൺ മാത്യു ആ മുറിയിൽ ആകെ ഒന്ന് കണ്ണോടിച്ചു. പ്രാചീനമായ ശൈലിയിൽ കുത്തുപണികൾ ചെയ്തിട്ടുള്ള വലിയ ഒരു വീട്ടിൽ കണ്ടി. അതിന് പിന്നിൽ ചുവരിനോട് ചേർന്ന് വലിയ ഒരു അലമാര, ചിത്രപ്പണികൾ ചെയ്ത വാതിലുകൾ, പിത്തള മുകുളങ്ങൾ. എന്നാൽ പടക്കം കൊണ്ട് അതിന്റെ തിളക്കം പോയിരിക്കുന്നു. കസേരയും മുന്നിലുള്ള മേശയും കൂടാതെ കട്ടിലിനോട് ചേർത്ത് ഇട്ടിരിക്കുന്ന ഒരു ടീപ്പോയും ഉണ്ട്. ടീപ്പോയിൽ വലിപ്പമുള്ള ഒരു ആസ്ട്രേ ഉണ്ട്. മേശപ്പുറത്ത് വെച്ചിരുന്ന മറ്റൊരു വസ്തു വിൽസനെ ആകർഷിച്ചു. അതൊരു ഫ്ലവർ വൈസ് ആയിരുന്നു. അതിൽ പൂക്കളും ഉണ്ട്. പണ്ടെങ്ങോ ഉണങ്ങിപ്പോയ പൂക്കൾ. ഉണങ്ങി പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ആ പൂക്കളിൽ ഒന്ന് എടുത്ത് അയാൾ നോക്കി. ബോഗെയിൻ വില്ലയിലെ ഒരു കുല പൂക്കളിൽ ഒന്നാണ് അയാൾ എടുത്തത്. പൂക്കളുടെ ക്രമീകരണം ഭംഗിയുള്ളതായിരുന്നു. അത് ചെയ്ത ആളുടെ സൗന്ദര്യബോധം ഉണങ്ങിയ പൂക്കളെങ്കിലും അതിൽ തുടിച്ചു നിന്നു. ആരായിരിക്കും ഇവിടെ താമസിച്ചിരുന്നത്? അയാൾ സ്വയം ചോദിച്ചു. അയാൾ എന്തിനാണ് ഡയറിയിലെ എഴുതിയ ഭാഗങ്ങൾ മാത്രം വലിച്ചു കീറിക്കളഞ്ഞത്? ഡോക്ടർ ഫെർഗൂസിനെ കണ്ട കാര്യം മാത്രം കീറിക്കളയാതിരുന്നത് എന്തിനായിരിക്കും? കാര്യങ്ങൾ ആകെ വിചിത്രമാണെന്ന് തോന്നി. വിൽസൺ മാത്യുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രണ്ടാൾക്ക് സുഖമായി നീണ്ടു നിവർന്ന് കിടക്കാവുന്ന കട്ടിലിലേക്ക് നോക്കി. മനോഹരമായ പൂക്കൾ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള ചുവന്ന വെൽവെറ്റ് വിരിപ്പും അതിന് ചേർന്ന തലയണകളും. വാതിലും ജനലും ഭദ്രമാണോ എന്ന് ഒന്നുകൂടി പരിശോധിച്ച ശേഷം വിൽസൺ മാത്യു കിടന്നു. നേർമയേറിയ കിടക്കയിൽ അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നിദ്രയുടെ കരങ്ങൾ അയാളുടെ കൺപോളകളെ തഴുകുന്നില്ല. വിൽസൺ മാത്യു ആകെ അസ്വസ്ഥനായി. അകത്ത് എവിടെ നിന്നോ ക്ലോക്കിൽ മണി മുഴങ്ങി. മണി 12. പെട്ടെന്ന് അജ്ഞാതനായ ആളുടെ ഡയറിക്കുറിപ്പ് ഓർമ്മയിലെത്തി. പെട്ടെന്ന് തിരിഞ്ഞ് ജനലിലേക്ക് നോക്കിപ്പോയി. അവിടെ ഒന്നും തന്നെയില്ല. നിഴലുകൾ ഇല്ല. വീണ്ടും നിശബ്ദത, കനത്ത നിശബ്ദത, ചെവി അടഞ്ഞുപോകുന്ന നിശബ്ദത. ഒരു തലമുടി നാര് തറയിൽ വീണാൽ കേൾക്കാവുന്ന ശ്മശാനമുഖത അവിടെ തളം കെട്ടി നിന്നു. ഉറങ്ങുവാൻ അയാൾ ശ്രമിച്ചു നോക്കി. സമയം കടന്നുപോയി. ഞെട്ടിപ്പോയി. മണി 12:30. പിന്നെ അങ്ങനെ കിടന്നു എപ്പോഴോ ഉറങ്ങി. കുറെ കഴിഞ്ഞ് വിൽസൺ മാത്യു ഞെട്ടി ഉണർന്നു. വാതിൽ തുറക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് കേട്ടത്. കണ്ണ് തുറന്നത് വാതിലിന്റെ നേർക്കായിരുന്നു. തിരി താഴ്ത്തി വെച്ച വിളക്കിലെ നേരിയ വെളിച്ചത്തിൽ വാതിൽ അടഞ്ഞു തന്നെ കിടന്നിരുന്നു. പിന്നെ എവിടെ നിന്നാണ് ശബ്ദം കേട്ടത്? അതോ തോന്നലാണോ? അതേ കിടപ്പിൽ തന്നെ തല ഉയർത്തി പിന്നോട്ട് നോക്കി. ചെറുതായെന്ന് ഞെട്ടി. വിശ്വാസം വരാതെ അയാൾ വീണ്ടും നോക്കി. അലമാരയുടെ ഒരു പാളി തുറന്നു കിടക്കുന്നു. ആരോ അതിൽ നിന്ന് എന്തോ കൈവശപ്പെടുത്തി പെട്ടെന്ന് കടന്നു കളഞ്ഞതുപോലെ തോന്നി. അത് അടഞ്ഞു കിടക്കുന്നത് അയാൾ കിടക്കുന്നതിന് മുമ്പ് കണ്ടതാണ്. വാതിൽ തുറന്നു നോക്കുന്നത് മാനേഴ്സിന് ചേർന്നതല്ലോ എന്ന ചിന്തയാണ് തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ആരോ താനറിയാതെ അത് തുറന്നിരിക്കുന്നു. ആരായിരിക്കും അലമാര തുറന്നത്?
എന്തായിരിക്കും അയാളുടെ ലക്ഷ്യം? വിൽസൺ മാത്യു കട്ടിലിൽ നിന്ന് എണീറ്റു. വിളക്കിന്റെ തിരി ഉയർത്തി. മുറിയിൽ വെളിച്ചം നിറഞ്ഞു. ആ വെളിച്ചത്തിൽ അലമാരയ്ക്കുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന തടിച്ച പുസ്തകങ്ങൾ കണ്ടു. കൊള്ളാമല്ലോ എന്ന് മന്ത്രിച്ചുകൊണ്ട് അയാൾ എണീറ്റ് അലമാരയുടെ അടുത്ത് ചെന്നു. അകത്തേക്ക് കണ്ണോടിച്ചപ്പോൾ ചരിച്ച് അടുക്കി വെച്ചിരിക്കുന്ന 3 പുസ്തകങ്ങളിൽ ഒരു വിടവ്. ആരോ ഒരു പുസ്തകം എടുത്തതുപോലെ. വോളിയം നമ്പറുകൾ അയാൾ നോക്കി. 1, 2, 3, 4, 6, 7, 5 കാണുന്നില്ല. പുസ്തകത്തിന്റെ പേര് നോക്കി. ബ്ലാക്ക് മാജിക്. മലയാളത്തിൽ ദുർമന്ത്രവാദം. വൈറ്റ് മാജിക്, ബ്ലാക്ക് മാജിക് എന്ന് 2 തരം മന്ത്രവാദങ്ങൾ ഉണ്ടെന്ന് വിൽസൺ മാത്യു കേട്ടിട്ടുണ്ട്. സദ്മന്ത്രവാദവും ദുർമന്ത്രവാദവും. ആദ്യത്തേത് നല്ല കാര്യത്തിനും രണ്ടാമത്തേത് ചീത്ത കാര്യത്തിനും. ദുർമന്ത്രവാദത്തെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിലെ വോളിയം 5 ആണ് കാണാതെ പോയത്. ഒന്നുകൂടി അയാൾ അതിൽ കണ്ടു. 1 മുതൽ 4 വരെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ചട്ടകളിലെ ഗിൽറ്റ് ചെയ്ത അക്ഷരങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ 6 മുതൽ ഉള്ളത് മങ്ങിയാണ് കാണുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം അയാൾ മനസ്സിലാക്കി. 4 വരെയുള്ള പുസ്തകങ്ങൾ അടുത്ത കാലത്ത് ആരോ വായിക്കാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ആളുടെ കയ്യിൽ 5-ാം ഭാഗവും ഉണ്ട്. ആ നിലയ്ക്ക് ഇപ്പോൾ ആയിരിക്കുമല്ലോ എടുത്തിരിക്കുന്നത്. വിൽസൺ മാത്യു പതുക്കെ അലമാരയുടെ വാതിൽ പാളി ചാരി. അതിനുശേഷം തിരിഞ്ഞ് വാതിൽക്കലേക്ക് നടന്നു. വാതിൽ അടഞ്ഞു തന്നെ കിടന്നിരുന്നു. പിന്നെയും അയാൾ ചിന്താക്കുഴപ്പത്തിലായി. ഗ്രന്ഥമെടുത്ത ആൾ എങ്ങനെ പുറത്തുപോയി? ഏതായാലും വാതിൽ തുറന്ന് പുറത്തിറങ്ങുവാൻ അയാൾ തീരുമാനിച്ചു. ശബ്ദം കേൾപ്പിക്കാതെ സാക്ഷാൽ നീക്കി. ഇടതുവശത്തേക്കും വലതുവശത്തേക്കും പോകുന്ന നീണ്ട ഇടനാഴി. ഇരുൾ കട്ട പിടിച്ച ആ ഇടനാഴിയിൽ ഇടത്തെ അറ്റത്ത് ഒരു അരണ്ട പ്രകാശം ഉണ്ടോ എന്ന് ഒരു തോന്നൽ അയാൾക്ക് ഉണ്ടായി. അത് എന്താണെന്ന് അറിയാൻ അയാൾ ടോർച്ച് തെളിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. 8 വാതിലുകൾ ഇടതുവശത്തും 8 വാതിലുകൾ വലതുവശത്തും പിന്നിട്ടപ്പോൾ അങ്ങേയറ്റത്ത് ചെന്നു. അവിടെ പ്രകാശം ഉണ്ടായിരുന്നു. വലതുവശത്തു നിന്നാണ് അത് വന്നുകൊണ്ടിരുന്നത്. മുകളിലേക്ക് പോകുന്ന പടിക്കെട്ടുകൾ പലക കൊണ്ടാണ്. വിൽസൺ മാത്യു ഒരു മാർജാരനെ പോലെ ശബ്ദം ഉണ്ടാക്കാതെ കാലുകൾ പതുക്കെ ചവിട്ടി മുകളിൽ എത്തി. അതാ അവിടെ ഒരു ചിമ്മിനി വിളക്കിന്റെ പ്രകാശത്തിൽ ഒരു സ്ത്രീ രൂപം. അവൾ കുനിഞ്ഞിരുന്ന് എന്തോ വായിക്കുന്നു. വിൽസൺ മാത്യു കയറി ചെന്നു. ശബ്ദം കേട്ട് അവൾ പിന്തിരിഞ്ഞു. ആ നോട്ടം കണ്ട് അയാൾ ഭയന്നുപോയി. പെട്ടെന്ന് അവൾ ഭാവം മാറ്റുകയും ചെയ്തു. അവൾ അതിസുന്ദരിയായിരുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്തതുപോലെയുള്ള മുഖം, വരച്ചെടുത്തതുപോലെയുള്ള പുരികക്കൊടികൾ, വെള്ളി പോലെ തിളങ്ങുന്ന കണ്ണുകൾ, നേർത്ത മൂക്കും ചുവന്ന ചുണ്ടുകളും അഗ്രഭാഗം മുന്നോട്ട് വളഞ്ഞ ഭംഗിയുള്ള താടിയും അവളെ മനോഹരി ആക്കിയിരുന്നു. അതിലോലമായ ഒരു വെള്ള നിശാവസ്ത്രമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. മാറും പൊക്കിൾ ചുഴിയും കാണുന്ന നേരിയ വസ്ത്രം. അവളുടെ മുന്നിൽ തുറന്നിരിക്കുന്ന ആ ഗ്രന്ഥം, ദുർമന്ത്രവാദത്തിന്റെ ആ പുസ്തകം. നിങ്ങൾ ആരാ? അവൾ ചോദിച്ചു. ഞാൻ വിൽസൺ മാത്യു. ഞാൻ കിടന്നിരുന്ന മുറിയിൽ നിന്നാണ് ഈ പുസ്തകം നിങ്ങൾ എടുത്തത്. അയാൾ പറഞ്ഞു. ഓഹോ, നിങ്ങൾ ഉണർന്നു അല്ലേ? അവൾ പുസ്തകം ഇടത് കൈകൊണ്ട് തട്ടി അടച്ചു. ബ്ലാക്ക് മാജിക്, വോളിയം 5. അയാൾ പറഞ്ഞു. എന്റെ പേര് റോസ്മേരി. ഇതൊക്കെ വായിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അവൾ പറഞ്ഞു. വിൽസൺ മാത്യു അടുത്ത് കിടന്ന കസേര വലിച്ചിട്ട് ഇരുന്നു. ആ മുറിയിൽ വലിയ ഒരു മേശ കിടന്നിരുന്നു. ചുറ്റിനും കസേരകളും, ചുവരോട് ചേർന്ന് അലമാരകൾ. ഒരു വായനാമുറി പോലെ അത് തോന്നിച്ചിരുന്നു. ഈ രാത്രിയിൽ ഇവിടെ എങ്ങനെ വന്നു? അതോ ഇവിടെയാണോ താമസിക്കുന്നത്? വിൽസൺ മാത്യു ചോദിച്ചു. ഞാൻ മറന്നു. നിങ്ങൾ ഈ ബംഗ്ലാവ് വാങ്ങാൻ വന്ന ആളാണല്ലോ. ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. വാച്ച്മാൻ അറിയാതെ ഇതിനകത്ത് കടന്നു. ഇപ്പോൾ എന്തെടുക്കുന്നു? ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നീണ്ട അവധിയിലാണ്. എന്നാലും പേടിയില്ലാതെ, വിൽസൺ പറഞ്ഞു. പേടിക്കേണ്ടത് ആരെയാണ്? ആ വയസ്സിന് വാച്ചറയാണോ? കൊള്ളാം. എന്തായാലും നിങ്ങളെ കണ്ട സ്ഥിതിക്ക് ഇനി നാളെയാവട്ടെ വായന. വരൂ, നിങ്ങളുടെ മുറിയിൽ പോകാം. അവൾ പുസ്തകവുമായി എണീറ്റു. പേരറിയാത്തൊരു സുഗന്ധം അവളെ ചൂഴ്ന്നു നിന്നിരുന്നു. വില കൂടിയ എന്തോ പരിമളത്തിന്റെ. അവർ മുറിയിലെത്തി. അവൾ ഗ്രന്ഥം അലമാരയിൽ അതേ സ്ഥാനത്ത് വെച്ചു. നമുക്ക് ഉറങ്ങാം അല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചിരിക്ക് ഒരു പ്രത്യേക അർത്ഥം ഉണ്ടായിരുന്നു. അവൾ വിളക്കിന്റെ തിരി താഴ്ത്തിയ ശേഷം അയാളുടെ അടുത്ത് വന്ന് കിടക്കയിൽ ഇരുന്നു. എനിക്കറിയാം നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെന്ന്, ഒരു സ്ത്രീയുടെ ചൂടും അറിഞ്ഞിട്ടില്ലെന്ന്. അവൾ ഇടത് കൈകൊണ്ട് നിശാവസ്ത്രത്തിന്റെ സിബ് താഴേക്ക് വലിച്ചു. വിൽസൺ മാത്യുവിന്റെ സിരകൾക്ക് ചൂട് പിടിച്ചു. ഞരമ്പുകളിൽ കൂടി ഒരു അഗ്നി നദി ഒഴുകുന്നത് പോലെ. അവളുടെ കൈകൾ അയാളുടെ നഗ്നമായ തോളിൽ അമർന്നു. എന്തൊരു ആവേശമാണ് അവൾക്ക്! അവൾ അയാളുടെ മേനിയിൽ ഒഴുകുന്ന ഒരു നദിയായി മാറി. നേരം പെടുത്തത് അയാൾ അറിഞ്ഞതേയില്ല. വാച്ച്മാൻ വൃദ്ധൻ വന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത്.
ഉണർന്നപ്പോഴും ശരീരത്തിൽ അവളുടെ മണം തങ്ങി നിന്നിരുന്നു. കുളി കഴിഞ്ഞിട്ടും ഗന്ധം അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പോലെ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ വൃദ്ധനോട് ചോദിച്ചു, ഇവിടെ അടുത്തായി ആരെങ്കിലും താമസക്കാർ ഉണ്ടോ? ഇല്ലല്ലോ, എന്താ അങ്ങനെ ചോദിച്ചത്? വൃദ്ധൻ അത്ര ശ്രദ്ധ കാണിക്കാതെ ചോദിച്ചു. അല്ല, ഒരു ടീച്ചർ, റോസ്മേരി എന്നോ മറ്റോ ആണ് പേര്, അയാൾ നിർത്തി പറഞ്ഞു. അപ്പോഴും വൃദ്ധൻ അതും ഗവനിക്കാതെ ചായ കപ്പിലേക്ക് പകർന്നു തന്നു. ചായ കുടി കഴിഞ്ഞു. അയാൾ ബംഗ്ലാവിലേക്ക് ചുറ്റുപാടും ഒന്ന് ഇറങ്ങി നടന്നു. പിൻവശത്ത് ചെന്നു. അവിടെ ഒരു സെമിത്തേരി. കുറെ കല്ലറകൾ അവിടെവിടെയായി ചിതറിക്കിടക്കുന്നു. ഓരോ നിലയും പേര് വായിച്ച് അയാൾ നടന്നു. അതിൽ ഒന്നിൽ എഴുതിയിരിക്കുന്നു, റോസ്മേരി ജേക്കബ്, ജനനം 13/6/1915, മരണം 13/6/1940. വിൽസൺ മാത്യുവിന്റെ ചിന്തകളിൽ എവിടെയോ ഒരു മിന്നൽ കടന്നുപോയി. ഭാഗം 3. പിന്നീട് അവിടെ നിൽക്കാൻ വിൽസൺ മാത്യുവിന്റെ മനസ്സ് അനുവദിച്ചില്ല. അവിടെ നിന്ന് തിരികെ പോരുമ്പോൾ അയാൾ ആ കല്ലറയിലേക്ക് ഒന്നുകൂടി നോക്കിപ്പോയി. ബംഗ്ലാവിൽ കയറി ഭക്ഷണമുറിയുടെ അടുത്ത് വന്നു നോക്കിയപ്പോൾ വൃദ്ധനെ കണ്ടില്ല. അയാൾ എവിടെ പോയി? ബംഗ്ലാവിനെ കുറിച്ച് അയാളോട് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അയാൾ ഒന്നും പറയാത്തത്? ഏതായാലും ഉച്ചഭക്ഷണ സമയത്ത് അയാൾ വരുമല്ലോ എന്ന് കരുതി വിൽസൺ മാത്യു മുറ്റത്തിറങ്ങി ബംഗ്ലാവ് ഒന്ന് നോക്കി. വളരെ വിസ്തൃതമായ അടിത്തറയാണ് അതിനുള്ളത്. അതിനു മുകളിലാണ് ആ 3 നില കെട്ടിടം നിലകൊള്ളുന്നത്. പുറത്തേക്കിറങ്ങുവാൻ ഒറ്റവാതിൽ മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് വലിയ ജനലുകളാണ്. എല്ലാം അടച്ചിരിക്കുന്നു. മുറ്റവും വിസ്തൃതമാണ്. ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവയെല്ലാം പരിചരണമില്ലാതെ കാട് കയറി വളർന്നിരിക്കുകയാണ്. മുറ്റത്ത് ആണെങ്കിൽ പുല്ല് വളർന്നിരിക്കുന്നു. ആകെ ഭീതിജനകമായ അന്തരീക്ഷമാണുള്ളത്. വിൽസൺ മാത്യു ഇടതുവശത്തേക്ക് നടന്നു. തലേ രാത്രി കിടന്ന മുറിയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം അയാൾക്ക് ഉണ്ടായിരുന്നു. അവിടെ ജനലിനടുത്തായി വലിയ മരം ഉണ്ടോ എന്നറിയുവാൻ വേണ്ടിയാണ് അയാൾ ശ്രമിച്ചത്. ഊഹം ശരിയായിരുന്നു. ആഞ്ഞിലി വൃക്ഷം അവിടെ വളർന്നു ഉയർന്നിരുന്നു, വലിയ വണ്ണത്തിൽ. 2ാം നിലയിലെ ജനലിനോട് അടുത്ത് ഒരു ശിഖരം അയാൾ കണ്ടു. ശിഖരത്തിന് അത്ര വലിയ വണ്ണം വരില്ല. ആ കമ്പ് താഴുന്ന ശബ്ദമാണ് കേട്ടത്. ആ ശിഖരം താഴണമെങ്കിൽ അസാധാരണമായ ഒരു ഭാരം അതിൽ വന്നിരുന്നെങ്കിൽ മാത്രമേ സംഭവിക്കൂ എന്ന് അയാൾ കണക്കുകൂട്ടി. ശരി, വിൽസൺ മാത്യു മന്ത്രിച്ചു. അത് കഴിഞ്ഞ് തന്റെ മുറിയിൽ വന്നു. ജനലിന്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് വാതിൽ പാളി പുറത്തേക്ക് തള്ളി നോക്കിയപ്പോൾ ആഞ്ഞിലിയുടെ ശിഖരം കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ ആണെന്ന് കണ്ടു. ജനൽ അടയ്ക്കാതെ കസേരയിൽ വന്നിരുന്നു. അലമാരയിൽ മാന്ത്രിക ഗ്രന്ഥത്തിന്റെ 5ാം ഭാഗം ഇരിക്കുന്നത് കണ്ടപ്പോൾ റോസ്മേരി ജേക്കബിന്റെ ചിന്ത വീണ്ടും കടന്നു വന്നു. അവളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മൗനം പൂണ്ട വൃദ്ധന്റെ കാര്യവും ഓർമ്മിച്ചു. പകൽ ക്ലോക്കിന്റെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. പുറത്തെ കാറ്റും പക്ഷികളുടെ ശബ്ദവും കാരണമാണെന്നും അയാൾ അനുമാനിച്ചു. ഭക്ഷണം കഴിക്കാം, വൃദ്ധൻ വന്ന് വിളിച്ചപ്പോൾ ചിന്തയിൽ നിന്നുണർന്നു. അപ്പോഴേ അങ്കിളിന്റെ പേര് പറഞ്ഞില്ലല്ലോ, വിൽസൺ ചോദിച്ചു. എന്റെ പേര് ആൻഡ്രോസ്. അപ്പന്റെ പേര് കുട്ടി ആൻഡ്രോസ് ജോസഫ് എന്ന് പറയും. ഞാൻ വന്ന കാര്യത്തിന് ഇതുവരെ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല, വിൽസൺ ഓർമ്മിപ്പിച്ചു. അതേക്കുറിച്ച് സംസാരിക്കാൻ ഇന്നു രാത്രി ആള് വരും, അയാൾ പറഞ്ഞു. ആരാണത്? ഞാൻ ഇതുവരെ വിചാരിച്ചത് നിങ്ങൾ ആണെന്നാണ്. ഞാൻ ഒരു വാച്ച്മാൻ ആണ്. ഉടമസ്ഥൻ വരണം. അയാൾ ആരാണ്? ഇത് പണി കഴിപ്പിച്ച ആളുടെ ഒരു നോമിനിയാണ്. അയാളാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അതിന് പണി കഴിപ്പിച്ചത് 500 വർഷം മുമ്പല്ലേ? പരമ്പരാഗത നോമിനിയാണ്. ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ എത്തിയിട്ട് വേണം എനിക്ക് മടങ്ങിപ്പോകാൻ. ഇനി തിരികെ പോകാനാണോ? കൊള്ളാം, പോകാതെ പറ്റില്ല. ഞാൻ അവധി അധിക നാളത്തേക്ക് എടുത്തിട്ടില്ല. പിന്നെ പല കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതൊക്കെ അദ്ദേഹം വന്നിട്ട് തീരുമാനിച്ചാൽ പോരെ? ആൻഡ്രോസ് വളരെ സാവകാശത്തിൽ പറഞ്ഞു. എന്താണെങ്കിലും എനിക്ക് നാളെ മടങ്ങണം, വിൽസൺ മാത്യു തറപ്പിച്ചു പറഞ്ഞു. അതിന് ആൻഡ്രോസ് മറുപടി പറഞ്ഞില്ല. ഊണ് കഴിഞ്ഞ് വിൽസൺ മാത്യു വീണ്ടും മുറിയിൽ വന്നു. ഒരു നേരം പോക്കിന് മേശക്കുള്ളിലെ ഡയറി വീണ്ടും എടുത്തു. താളുകൾ മറിച്ച് അജ്ഞാതനായ ആൾ എഴുതിയ ഭാഗത്ത് വന്നു. ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ വായിച്ചു. പെട്ടെന്ന് വിൽസൺ മാത്യുവിന് ഒരു തോന്നൽ ഉണ്ടായി. അയാൾ എന്തുകൊണ്ടാണ് പിറ്റേന്നാൾ ഡയറി കുറിപ്പ് എഴുതാതിരുന്നത്? അതിനുശേഷം അയാൾ എവിടെ പോയി? അയാളുടേതായി യാതൊരുവിധ അടയാളവും അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ബംഗ്ലാവിന്റെ പിൻവശത്തുള്ള ശവക്കല്ലറകളെ കുറിച്ച് ഓർമ്മ വന്നു. അവിടെ തപ്പാം. അവയിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞവരുടെ പേരുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. മുറിയിൽ നിന്നിറങ്ങി പുറത്തു വന്നതിന് ശേഷം ബംഗ്ലാവിന്റെ പിൻവശത്തേക്ക് നടന്നു. 7 കല്ലറകൾ ഒന്നൊന്നായി പരിശോധിച്ചു.
എല്ലാം തന്നെ 50 വർഷം മുതൽ പിന്നിലേക്കുള്ളതാണ്. 1-2 പേര്, ആണ്ട്, തീയതി എന്നിവ ഇല്ലായിരുന്നു. ആ ഭാഗത്തെ സിമന്റ് തേപ്പ് ഇളകിപ്പോയതായിരുന്നു കാരണം. റോസ്മേരി ജേക്കബ്. തന്റെ അടുത്ത് വന്നത് മറ്റൊരു റോസ്മേരി ജേക്കബ് ആണോ? അയാൾ ചിന്തിച്ചു. പെട്ടെന്ന് ഒരു കല്ലറയുടെ കോൺക്രീറ്റ് സ്ലാബിൽ അയാളുടെ കണ്ണു പതിഞ്ഞു. അതിന് ഒരു ഇളക്കം പോലെ. സിമന്റ് ഇളകി അല്പം മാറിക്കിടക്കുന്നു. എന്നാൽ ഉൾവശത്തേക്കുള്ള ഭാഗം അടഞ്ഞു തന്നെ കിടന്നിരുന്നു. ഒരു വിടവ് പോലുമില്ല. ഒന്ന് മാറ്റി നോക്കിയാലോ? വിൽസൺ മാത്യു ചിന്തിച്ചു. അയാൾ ചുറ്റും നോക്കി. വൃദ്ധൻ കാണുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിച്ചത്. ഒടുവിൽ കല്ലറയ്ക്ക് അടുത്തായി കുനിഞ്ഞിരുന്നു. കോൺക്രീറ്റ് സ്ലാബിന്റെ 4 മൂലയ്ക്കും ഇരുമ്പ് വളയങ്ങൾ ഉണ്ട്. ഒരു കുടുംബ കല്ലറയെന്ന നിലയിൽ വീണ്ടും അതിൽ മൃതശരീരം അടക്കം ചെയ്യണം എന്ന ലക്ഷ്യത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വിൽസൺ മാത്യു കുനിഞ്ഞിരുന്ന് പതുക്കെ സ്ലാബിൽ പിടിച്ചുയർത്തി നോക്കി. അത് ഉയർന്നു വന്നു. ഒരു വശത്തേക്ക് അയാൾ അത് മറിച്ചിട്ടു. അകത്തേക്ക് നോക്കിയ അയാൾ തലവലിച്ചു കളഞ്ഞു. അതിനുള്ളിൽ ഒരു അസ്ഥികൂടം. അത് നിവർത്തിയിട്ട ഒരു ശരീരം അഴുകിക്കഴിഞ്ഞ് രൂപം കൊണ്ടതുപോലെയാണ് കിടന്നിരുന്നത്. വിൽസൺ മാത്യുവിന് സംശയമായി. കാരണം ആ ശവക്കല്ലറയിൽ അതിനു മുമ്പ് വെച്ചിട്ടുള്ള മട്ട് ഒരു മൃതശരീരത്തിന്റെ അസ്ഥിപഞ്ജരം അതിൽ ഉണ്ട്. അതിനു മുകളിലാണ് മറ്റൊന്ന് കിടന്നിരുന്നത്. സൂര്യൻ അപ്പോൾ കുറെ കൂടി ഉയരുകയും പ്രകാശം ശവക്കല്ലറയുടെ ഉള്ളിൽ പതിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ഉൾഭാഗം കുറെ കൂടി വ്യക്തമായി കണ്ടു. വിൽസൺ സൂക്ഷ്മതയോടെ നോക്കി. അതിനുള്ളിൽ എന്തോ തിളങ്ങുന്നു. അയാൾ കമിഴ്ന്നു കിടന്ന് ഉള്ളിലേക്ക് കൈയിട്ടു അത് എടുത്തു. ദ്രവിച്ചുപോയ ഒരു ഷർട്ടിന്റെ കോളറായിരുന്നു അത്. കോളറിന്റെ ഉള്ളിൽ വെക്കാറുള്ള പ്ലാസ്റ്റിക് കഷ്ണം ആയിരുന്നു അത്. പക്ഷേ അതിലൊരു തീയതി രേഖപ്പെടുത്തിയിരുന്നു. 30-10-1980. 5 വർഷം മുമ്പ് തയ്ച്ച ഒരു ഷർട്ടായിരുന്നു ദ്രവിച്ചു പോയതെന്ന് വ്യക്തം. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളുടെയാണ് ആ അസ്ഥിപഞ്ജരം. 5 വർഷം മുമ്പ്. പെട്ടെന്ന് മേശവലിപ്പിനുള്ളിലെ ഡയറിക്കാര്യം വിൽസൺ ഓർമ്മിച്ചു. ആ ഡയറി എഴുതിയ ആൾ ആയിരിക്കുമോ ഈ അസ്ഥിപഞ്ജരത്തിന്റെ ഉടമ? ചിലപ്പോൾ അങ്ങനെയാവാൻ വഴിയുണ്ട്, വിൽസൺ മാത്യു അനുമാനിച്ചു. കാരണം 1980 ഡയറിയാണ് മേശവലിപ്പിൽ ഉണ്ടായിരുന്നത്. ആ പ്ലാസ്റ്റിക് കഷണം പോക്കറ്റിൽ നിക്ഷേപിച്ച ശേഷം വിൽസൺ കല്ലറയുടെ മുകളിലുള്ള സ്ലാബ് നീക്കി പഴയ രീതിയിൽ വെച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മുറിയിലേക്ക് പോന്നു. ഉച്ചഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വിൽസൺ ആൻഡ്രൂസിനോട് ചോദിച്ചു, അങ്കിളെ, ഇവിടെ 5 വർഷം മുമ്പ് ആരെങ്കിലും താമസിച്ചിരുന്നുവോ? ഉണ്ട്. ഈ ബംഗ്ലാവ് വാങ്ങുവാൻ വേണ്ടി പലരും ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് വാങ്ങിയില്ല? അത് അറിഞ്ഞുകൂടാ. ഉടമസ്ഥൻ വരുമ്പോൾ ചോദിക്കണം. ഇന്ന് ഉടമസ്ഥൻ വന്നില്ലെങ്കിൽ ഞാൻ മടങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണോ? അതെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇന്ന് വരും. വിൽസൺ പിന്നീട് ഒന്നും തന്നെ ചോദിച്ചില്ല. രാത്രി ഭക്ഷണം കഴിഞ്ഞ് വിൽസൺ ബ്ലാക്ക് മാജിക്കിന്റെ 1-ാം ഭാഗം എടുത്തുകൊണ്ട് വലിയ മേശകളും കസേരകളും കിടക്കുന്ന വായനാമുറിയിലേക്ക് പോയി. അതാ അവിടെ ഇരിക്കുന്നു റോസ്മേരി. റോസ്മേരി ജേക്കബ്, നിങ്ങൾ ഇവിടെ? അത്ഭുതത്തോടെ വിൽസൺ മാത്യു ചോദിച്ചു. ഞാനും ഇത് വായിച്ചു പഠിക്കുന്നു. അവൾ ഗ്രന്ഥം കാണിച്ചു. ദുർമന്ത്രവാദത്തിന്റെ 5-ാം ഭാഗം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാനും ഇത് പഠിക്കാൻ പോകുന്നു. വിൽസൺ തന്റെ കയ്യിൽ ഇരിക്കുന്ന 1-ാം ഭാഗം കാണിച്ചു. റോസ്മേരി ജേക്കബ് അയാളുടെ അടുത്ത് വന്നു നിന്നു. എന്തുകൊണ്ടോ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൾ കുനിഞ്ഞ് അയാളെ ചുംബിക്കാൻ ആഞ്ഞു. പെട്ടെന്ന് ആ മുറിയിലേക്ക് ദീർഘകായനായ ഒരാൾ കയറി വന്നു. ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അയാൾ കയറി വന്നത്. പെട്ടെന്ന് റോസ്മേരി ജേക്കബിനെ അയാൾ പട്ടിക്കുഞ്ഞിനെ പിടിച്ചുയർത്തുന്നത് പോലെ കഴുത്തിൽ പിടിച്ച് വലിച്ചു പൊക്കി തുറന്നു കിടന്നിരുന്ന ജനൽവാതിലിൽ കൂടി പുറത്തേക്കെറിഞ്ഞു. നിങ്ങൾ എന്തിനിവിടെ വന്നു? വരൂ. ആ മനുഷ്യൻ വിൽസൺ മാത്യുവിന്റെ ചുമലിൽ പിടിച്ച് എണീൽപ്പിച്ച് താഴേക്ക് കൊണ്ടുപോയി. ഭാഗം 4. നടന്നു പോകുന്ന വഴിക്ക് വിൽസൺ മാത്യു തന്നെ പിടിച്ചിരിക്കുന്ന ആളെ ശ്രദ്ധിച്ചു. അയാൾക്ക് തന്നേക്കാൾ ഒരടിയോളം ഉയരം കൂടുതലുണ്ട്. ആൻഡ്രോസ് ധരിച്ചിരിക്കുന്നത് പോലെ തന്നെ അയാളും ഒരു നെടുങ്കൻ കോട്ടാണ് ഇട്ടിരിക്കുന്നത്. മുറിയിൽ കൊണ്ടുവന്ന് അയാൾ വിൽസനെ ഒരു കസേരയിൽ ഇരുത്തി. ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് അയാൾ തന്നെ കൊണ്ടുവന്നതെന്ന് വിൽസൺ മാത്യുവിന് തോന്നി. വിൽസൺ മാത്യുവിനെ അവിടെ ഇരുത്തിയ ശേഷം അയാൾ മാറി നിന്ന് നോക്കി. വിൽസനും അയാളെ അപ്പോഴാണ് ശരിക്കും കണ്ടത്. ഉയരത്തിനനുസരിച്ചുള്ള നീണ്ട ത്രികോണാകൃതിയിലുള്ള മുഖമാണ് അയാൾക്കുണ്ടായിരുന്നത്. മാംസളമായ മുഖമല്ല, മറിച്ച് മെല്ലിച്ച മുഖമായിരുന്നു അത്. കവിളുകളും താടിയിലും ഉന്തി നിന്നിരുന്നു. കവിളുകൾ വരിഞ്ഞു മുറുകി അകത്തേക്ക് കുഴിയാതെയും പുറത്തേക്ക് തുടുക്കാതെയും കാണപ്പെട്ടു. നീണ്ട് മെല്ലിച്ച മൂക്കാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. കണ്ണുകൾ അല്പം അകത്തേക്ക് കുഴിഞ്ഞും പുരികങ്ങൾ രോമ നിബിഡമായും കാണപ്പെട്ടു.
തലമുടി പിന്നിലേക്ക് ചീകി ഒതുക്കി വെച്ചിരുന്നു. നെറ്റിയുടെ മധ്യഭാഗത്ത് തലമുടി കുറെ എണ്ണം മുകളിൽ നിന്ന് താഴോട്ട് നീണ്ട് വളർന്നിരുന്നു. മാൻഡ്രേക്കിന്റെ തലമുടി പോലെയാണെന്ന് വിൽസൺ മാത്യുവിന് തോന്നി. നിങ്ങൾ എന്തിന് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയത്? അയാൾ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ രാത്രിയും ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു. അവർ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇന്നും അവരെ അന്വേഷിച്ചല്ലേ നിങ്ങൾ മുകളിൽ പോയത്? ഞാൻ ആ മാന്ത്രിക ഗ്രന്ഥം എടുത്തിരുന്നു. എടുത്തത് തെറ്റാണെന്ന് അറിയാം. പക്ഷേ റോസ്മേരി അതിന്റെ 5-ാം ഭാഗം എടുത്ത് വായിക്കുന്നത് കണ്ടു. അപ്പോൾ ആദ്യം മുതൽ വായിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നി. ആ സ്ത്രീ ആരാണെന്ന് മനസ്സിലായിട്ടും പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്? എങ്ങനെ? വിൽസൺ ചോദിച്ചു. അവളുടെ ശവക്കല്ലറ നിങ്ങൾ കണ്ടില്ലേ? അത് കേട്ടപ്പോൾ വിൽസൺ മാത്യു ഞെട്ടിപ്പോയി. അയാൾ ധരിച്ചത് റോസ്മേരി ജേക്കബ് എന്ന പേരുള്ള മറ്റേതെങ്കിലും സ്ത്രീ ആയിരിക്കും വന്നതെന്നാണ്. കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഇനി നമുക്ക് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ആ കട്ടിലിൽ ഇരിക്കൂ, അയാൾ പറഞ്ഞു. വിൽസൺ മാത്യു അത് അനുസരിച്ചു. ഈ ബംഗ്ലാവ് വാങ്ങാനുള്ള ധനശേഷി നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ല. കാരണം ഇതും ഈ ബംഗ്ലാവും ഇതിനകത്തുള്ള അപൂർവ വസ്തുക്കളും ചേർത്ത് ഒരു വില പറയുകയാണെങ്കിൽ ഏകദേശം 2 കോടി രൂപയോളം വരും. അതൊരിക്കലും നിങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാവില്ലല്ലോ. അത് കേട്ടപ്പോൾ തന്നെ ബംഗ്ലാവ് വാങ്ങുക എന്ന ആശയം വിൽസൺ മാത്യുവിൽ നിന്ന് മാറിപ്പോയി. ഇനിയുള്ളത് വാടകയ്ക്ക് കിട്ടുക എന്നതാണ്. വാടകയ്ക്കാണെങ്കിൽ നിങ്ങൾക്കെടുക്കാം. ബൈ ദ ബൈ, നിങ്ങൾ ഇങ്ങോട്ടാണ് പുറപ്പെട്ടിരിക്കുന്നതെന്ന് ആരെയെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. നന്നായി. അയാൾ വിൽസൺ മാത്യുവിനെ സൂക്ഷിച്ചു നോക്കി. ഒരു വല്ലാത്ത നോട്ടം പോലെ വിൽസൺ മാത്യുവിന് തോന്നി. അയാളുടെ കണ്ണുകൾക്ക് ഒരു വല്ലാത്ത തിളക്കം, കൂടാതെ തീക്ഷ്ണതയും. ശരീരത്ത് ആഴ്ന്നിറങ്ങുന്നത് പോലെയായിരുന്നു ആ നോട്ടം. ഏതായാലും നിങ്ങൾ ആഗ്രഹിച്ചു വന്നതല്ലേ, നിങ്ങൾ വാടകയൊന്നും തരേണ്ട. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ, വിൽസൺ മാത്യു ചോദിച്ചു. ഞാനാണ് ഈ ബംഗ്ലാവിന്റെ ഉടമസ്ഥൻ. ഇത് പണി കഴിപ്പിച്ചയാൾ ഡോക്ടർ ഫെർഗൂസൻ. പെട്ടെന്ന് ആ ബംഗ്ലാവ് മൊത്തം കുലുങ്ങുന്നത് പോലെ വിൽസൺ മാത്യുവിന് തോന്നി. തന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ ഏകദേശം 550 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡോക്ടർ ഫെർഗൂസൻ ആണ്. അയാൾ മരണമടഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നതായി ഒരു ശവക്കല്ലറയിൽ ലിഖിതങ്ങൾ പറയുന്നു. അയാൾ വായിച്ചിട്ടുള്ള ഭീകര കഥകൾ എല്ലാം കൂടി നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ ഓർമ്മയിൽ പാഞ്ഞെത്തി. ഒറ്റ കുതിപ്പിന് അയാൾ മേശപ്പുറത്തിരുന്ന താക്കോൽ കൂട്ടം കയ്യിലെടുത്തുകൊണ്ട് വാതിൽ കടന്ന് ഗോവണി പടികളിറങ്ങി ഓടി. മുൻവശത്തെ വാതിലിന്റെ സാക്ഷ നീക്കി. വാതിൽ പാളി പിറകോട്ട് വലിച്ചു തുറന്ന് പുറത്തേക്ക് ചാടി. അവിടെ നിന്നും തന്റെ കാറിനടുത്തെത്തി. ഡോർ തുറന്ന് അകത്ത് കയറി. ഡോറിന്റെ ഗ്ലാസ് താഴ്ത്താൻ മിനക്കെടാതെ കാർ സ്റ്റാർട്ട് ചെയ്തു. പിന്നോട്ടെടുത്തു അതിവേഗത്തിൽ ഗേറ്റ് കടന്നു. ഹെഡ്ലൈറ്റിന്റെ പ്രകാശം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. സ്പീഡോമീറ്ററിൽ സൂചി വലതുവശത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. 60, 80, 90, 100. കാർ പാലത്തിൽ കയറി. പലകകൾ ഞെരിയുന്ന ശബ്ദം കേട്ടു. അടുത്ത നിമിഷം അയാൾ ഞെട്ടിത്തരിച്ചുപോയി. സർവനാഡിയും തളർന്നു. അതാ പാലത്തിന്റെ നടുക്ക് നിൽക്കുന്നു ഡോക്ടർ ഫെർഗൂസൻ. മുന്നോട്ട് അതിവേഗത്തിൽ പാഞ്ഞു പോകാൻ ചെന്ന കാർ അയാളുടെ വലതുകൈ പിടിച്ചു നിർത്തി. വിൽസൺ മാത്യു നോക്കിയപ്പോൾ ആ കൈകൾക്ക് നീളമുള്ളതുപോലെ തോന്നി. അസാധാരണമായ നീളം. ആക്സിലേറ്ററിൽ വിൽസൺ മാത്യു കാലമർത്തി. പക്ഷേ യാതൊരു ഫലവുമുണ്ടായില്ല. കാറ് പൂർണ്ണമായും അയാളുടെ കൈത്തലത്തിലാണെന്ന് തോന്നിപ്പോയി. കാറിന്റെ മുൻവശം താഴുന്നതുപോലെ ഒപ്പം പിറകോട്ട് പോകുന്നതായും വിൽസൺ മാത്യുവിന് തോന്നി. സംഭവിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. കാറിന്റെ പിൻവശം പൊങ്ങുകയായിരുന്നു. പാലവും കഴിഞ്ഞ് കാർ പിന്നോട്ട് പോയി. അതേ തുടർന്ന് വിൽസൺ മാത്യുവിന്റെ ബോധവും മറഞ്ഞു. ഡോക്ടർ ഫെർഗൂസൻ കളിപ്പാട്ടം പോലെ ആ കാർ പിന്നോട്ട് കൊണ്ടുപോയി. ബംഗ്ലാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഡോക്ടർ ഫെർഗൂസൻ വിൽസൺ മാത്യുവിനെ കാറിൽ നിന്നും വലിച്ചെടുത്ത് തന്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞു. വിൽസൺ മാത്യുവിന്റെ അവധി അവസാനിച്ചു. ഒരിക്കൽ പോലും ദീർഘനാളത്തെ അവധിയെടുക്കാത്ത വിൽസൺ മാത്യുവിന്റെ അന്തർധാനം സ്നേഹിതരെ വിസ്മയിപ്പിച്ചു. അവരിൽ അയാളുമായി കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് സാം ജോൺസൺ എന്നയാൾക്കായിരുന്നു. വിൽസനേക്കാൾ പ്രായക്കുറവുള്ള സാം ജോൺസൺ ഫിസിക്സ് ലെക്ചററായിരുന്നു. പ്രായം 28. അയാളും അവിവാഹിതനായിരുന്നു. 5.25 അടി ഉയരവും അതിനു ചേർന്ന ശരീരവുമുള്ള അയാൾ
വിൽസൺ മാത്യുവിനെ പോലെ തന്നെ സ്പോർട്സിൽ താല്പര്യമുള്ള ആളായിരുന്നു. ജമ്പിങ്ങിലായിരുന്നു കൂടുതൽ താല്പര്യം. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പോൾ വാൾട്ട് എന്നിവയിൽ അയാൾ ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. വിൽസന്റെ അവധി അവസാനിച്ച് വീണ്ടും ഒരാഴ്ച കൂടി കഴിഞ്ഞു. അയാളുടെ ബന്ധുക്കളെന്ന് അറിയപ്പെടുന്നവരോടെല്ലാം അന്വേഷിച്ചു. യാതൊരു ഫലവുമുണ്ടായില്ല. അവസാനം സ്റ്റാഫ് മീറ്റിംഗ് കൂടി അന്വേഷണ ചുമതല സാം ജോൺസനെ ഏൽപ്പിച്ചു. അയാൾ പോലീസിൽ വിവരം നൽകി. എന്നിട്ടും ഫലമുണ്ടായില്ല. വിൽസൺ മാത്യു താമസിച്ചിരുന്ന മുറിയിൽ ഒരു തവണ അയാൾക്ക് വല്ല കത്തുകളോ മറ്റോ വന്നിട്ടുണ്ടോന്നറിയാൻ തുറന്ന് പരിശോധിച്ചിരുന്നു. പക്ഷേ ഒന്നും കണ്ടുകിട്ടുകയുണ്ടായില്ല. ഏതായാലും ഒന്നുകൂടി പരിശോധിക്കാമെന്ന് കരുതി സാം മുറിക്കുള്ളിൽ കയറി. അവിടെയെല്ലാം അരിച്ചു നോക്കിയെങ്കിലും അവിടെ നിന്നും പോകാനുള്ള ഏതെങ്കിലും കാരണങ്ങൾ വെളിവാക്കുന്ന ഒന്നും തന്നെ അവിടെ കാണുകയുണ്ടായില്ല. അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന ടെലിവിഷൻ സ്റ്റാൻഡിന്റെ അടിയിൽ ചിട്ടയില്ലാതെ വെച്ചിരുന്ന പത്രങ്ങൾ സാമിന്റെ കണ്ണിൽപ്പെട്ടു. അതിനിടയിൽ വല്ല കത്തുകളും കാണുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അയാൾ പത്രങ്ങൾ ഓരോന്നായി എടുത്ത് ഉടയുകയും നിവർത്തി നോക്കുകയും ചെയ്തു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രത്തിൽ 1.5 ഇഞ്ച് സമചതുരത്തിൽ വെട്ടിയെടുത്തതുപോലെ ഒരു ഭാഗം കണ്ടു. വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി അയാൾ ആ പത്രത്തിന്റെ തീയതി പരിശോധിച്ചു. വിൽസൺ മാത്യു അവധിക്ക് അപേക്ഷ കൊടുത്തതിന്റെ 4 ദിവസം മുമ്പുള്ള തീയതിയായിരുന്നു ആ പത്രത്തിൽ കാണപ്പെട്ടത്. അപ്പോഴേക്കും ഒരു നേരിയ ജിജ്ഞാസ അയാളിലുണ്ടായി. അത് പരസ്യങ്ങൾ കൊടുത്തിരുന്ന പേജ് ആയിരുന്നു. അയാളുടെ അന്തർധാനത്തിന് ആ പരസ്യത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമോ എന്ന് സാം വെറുതെ ചിന്തിച്ചു. അടുത്ത കാലത്തായി ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യാറുള്ള കുറ്റാന്വേഷണ ചിത്രങ്ങൾ അയാൾ കാണുമായിരുന്നു. അതായിരുന്നു ആ പരസ്യത്തെക്കുറിച്ച് അയാളിൽ ജിജ്ഞാസ വളർത്തുവാൻ കാരണമായത്. ആ പരസ്യം എന്താണെന്നറിയുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. പത്രവും കയ്യിലെടുത്തുകൊണ്ട് അയാൾ തന്റെ മുറിയിലേക്ക് പോന്നു. അവിടെ തന്റെ മുറിയിൽ അടുക്കി വെച്ചിരുന്ന പത്രങ്ങൾ ഓരോന്നായി എടുത്ത് തീയതി നോക്കി. അവസാനം ഉദ്ദേശിച്ച പത്രം കണ്ടെത്തി. ആകാംക്ഷയോടെ സാം ജോൺസൺ പരസ്യ പേജിലുള്ള ഭാഗത്തേക്ക് കണ്ണോടിച്ചു. ബംഗ്ലാവ് വിൽക്കാനുണ്ട്. വാർത്ത വായിച്ചു കഴിഞ്ഞ് ബോക്സ് നമ്പർ ശ്രദ്ധിച്ചു. ബോക്സ് 3333. പരസ്യത്തിൽ കണ്ട വാചകങ്ങളുമായി വിൽസൺ മാത്യുവിന്റെ സ്വഭാവത്തെ തട്ടിച്ചു നോക്കിയാൽ അയാൾ അപ്രത്യക്ഷമായതിൽ അതിനൊരു പങ്കുണ്ടെന്ന് സാം അനുമാനിച്ചു. പത്രവുമായി അയാൾ ഉടൻ തന്റെ മോട്ടോർ സൈക്കിളിൽ പത്രം ഓഫീസിലേക്ക് പാഞ്ഞു. പരസ്യ വിഭാഗം മാനേജരെ കണ്ട് ആ ബോക്സ് നമ്പറിൽ പരസ്യം കൊടുത്തിരുന്ന ആളെക്കുറിച്ച് അന്വേഷിച്ചു. മാനേജർ പറഞ്ഞു, പരസ്യം കൊണ്ടുവന്ന ആളെ എനിക്കറിയാം. അയാൾ ഇവിടെ വന്നത് ഈ പരസ്യത്തിന്റെ 2 നാൾ മുമ്പ് ഒരു രാത്രിയിലായിരുന്നു. പരസ്യവും പരസ്യത്തുകയും എന്നെയാണ് ഏൽപ്പിച്ചത്. അത് കേട്ടപ്പോൾ സാമിന് സമാധാനമായി. ഏതായാലും ആളെ കിട്ടിയല്ലോ. ഇനി അയാൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ പരസ്യം വന്ന് 2ാം പക്കം അയാൾ രാത്രിയിൽ തന്നെ വന്ന് അന്ന് വന്ന കത്തുകൾ വാങ്ങിക്കൊണ്ടുപോയി. പിന്നീട് കത്തുകൾ ഒന്നും വന്നില്ലേ? വന്നിരുന്നു. അത് അയച്ചു കൊടുക്കാൻ അയാൾ ഒരു അഡ്രസ് തന്നിരുന്നു. പക്ഷേ ആ അഡ്രസ് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതൊന്ന് വേണം, വളരെ അത്യാവശ്യമാണ്. ഒരു കാര്യം ചെയ്യൂ, നാളെ രാത്രി എനിക്ക് ഡ്യൂട്ടിയുണ്ട്. ഇന്ന് ഞാൻ അല്പം തിരക്കിലാണ്. നാളെ വരികയാണെങ്കിൽ ആ അഡ്രസ് തപ്പിയെടുത്ത് വെക്കാൻ ശ്രമിക്കാം. നാളെ രാത്രി ഞാൻ തീർച്ചയായും വരും, മറക്കരുത്. സാം അവിടെ നിന്നും ഇറങ്ങി നടന്നു. മാനേജർ അയാളെ നോക്കി എന്തോ പിറുപിറുത്തു. പിറ്റേന്ന് രാത്രി കൃത്യസമയത്ത് തന്നെ സാം പത്രം ഓഫീസിൽ എത്തി. തുടരും. നോവൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. സ്നേഹപൂർവ്വം നിങ്ങളുടെ മിഥുൻ. നന്ദി.